3 ദിവസമായി തിരുവനന്തപുരത്ത് തുടരുന്ന സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. രാഷ്ട്രീയ കാർഷിക നയരേഖാ റിപ്പോർട്ടുകൾക്ക് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മറുപടി പറയും. സംഘടനാ വിഷയങ്ങളും ചർച്ച ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വിവരങ്ങൾ. സോമി, 3 ദിവസമായി തിരുവനന്തപുരത്ത് ചേർന്ന സിപിഐഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ഇന്ന് സമാപനമാവുകയാണ്. ഏതായാലും കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പ്രധാനമായും ചർച്ച ചെയ്തത് രാഷ്ട്രീയ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ കാർഷിക നയരേഖാ റിപ്പോർട്ടുമായിരുന്നു. ഇതിനുള്ള മറുപടി ഇന്ന് സിപിഎമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നൽകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സുപ്രധാനമായ മറ്റൊന്ന് സംഘടനാ വിഷയങ്ങളും ഇന്ന് തന്നെയാണ് ചർച്ചയ്ക്ക് വരുന്നത് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ 3 ദിവസമായി ചേർന്ന സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളായിരുന്നു ചർച്ചയായത്. ഇതിൽ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, അതായത് UP ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ അത് തന്നെയായിരുന്നു പ്രധാനമായും ചർച്ച ചെയ്തത്. പ്രത്യേകിച്ച് നോട്ട് പ്രതിസന്ധി കൂടി നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു പ്രധാനമായും നടന്നത്. അതോടൊപ്പം തന്നെ സഖ്യം സംബന്ധിച്ചുള്ള കാര്യം, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ദേശീയ കക്ഷികളുമായുള്ള സഖ്യം വേണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ് ഏറെ ചർച്ചയും നടന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രാദേശിക തലത്തിൽ ഉള്ള കൂട്ടുകെട്ടുകൾ സംബന്ധിച്ചുള്ള കാര്യത്തിലും ഇന്നായിരിക്കും തീരുമാനമുണ്ടാവുക. അതോടൊപ്പം തന്നെ മറ്റൊന്ന് സംഘടനാ വിഷയങ്ങളാണ്. സംഘടനാ വിഷയങ്ങൾ ഇന്ന് ചർച്ചയാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതിൽ PB കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ളവ ഇന്ന് ചർച്ചയാകും എന്നാണ് കരുതുന്നത്. ഏതായാലും 9:30 കൂടിയാണ് ഇന്ന് അവസാന ദിവസം കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിക്കുക. അതിനായി നേതാക്കൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. നോട്ട് നിരോധനം വിജയമെങ്കിൽ പണം പിൻവലിക്കുന്നതിൽ ഇനിയും നിയന്ത്രണം എന്തിനാണെന്ന് സീതാറാം യെച്ചൂരി. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള കേന്ദ്ര നീക്കം ജനാധിപത്യ വിരുദ്ധമെന്ന് പ്രകാശ് കാരാട്ട് അഭിപ്രായപ്പെട്ടു. നേതൃയോഗങ്ങളോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. നിയന്ത്രണമില്ലാതെ പണം പിൻവലിക്കാൻ ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. ജനങ്ങളുടെ പോക്കറ്റടിച്ചതിനു ശേഷം വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് നരേന്ദ്രമോദി. Even if we accept what the BJP is claiming is true, if all the money has come back into the banks, why are people not being allowed to withdraw money from their own accounts, from their own money? Why is there no money in the ATMs from where people cannot withdraw? So we are demanding of the government, the Central Committee has decided that we will launch a movement all over the country saying immediately withdraw the restriction on people to withdraw their own money. ഏകീകൃത സിവിൽ കോഡിനായുള്ള BJPയുടെ വാദം വർഗീയത ലക്ഷ്യമിട്ടാണെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. ഒറ്റഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള കേന്ദ്ര നീക്കം ഏകാധിപത്യ പ്രവണതയാണെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. Now Narendra Modi is advocating that all over the country elections must be held together. Whether it's the Lok Sabha elections or all the state assembly elections, they must be all held at one time. He says this will curb wastage of public money and this will also curb election malpractices. It will lead to better governance because there will be no elections every year. But this is not the actual reality. What they are not saying is enforcing one election for all the country at one time will be a profoundly anti-democratic step. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മതന്യൂനപക്ഷങ്ങൾ LDF സർക്കാരിന്റെ കീഴിൽ സുരക്ഷിതരായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചില കേസുകളിൽ UAPA ചുമത്തിയത് ശരിയായില്ലെന്നും പിണറായി അഭിപ്രായപ്പെട്ടു. RSSന്റെ കൊലപാതക പരിശീലനം അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് CPIM പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തലസ്ഥാനത്ത് നടക്കുന്ന CPM കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിലാണ് UAP വിഷയത്തിലെ സർക്കാർ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത്. ഇവിടെ ചെയ്തിരിക്കുന്നത് UAPA ഏതെല്ലാം കേസുകളിൽ ചുമത്തിയിട്ടുണ്ട്, ചില കേസുകളിൽ ചുമത്തിയത് ന്യായീകരിക്കത്തക്കതല്ല എന്ന് പറയുന്ന വാദത്തോട് യോജിക്കുക തന്നെയാണ്. ആ കാര്യങ്ങൾ ആകെ പരിശോധിക്കാൻ, സമയബന്ധിതമായി പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ DGPയെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. തെറ്റായ രീതിയിൽ UAPA ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മതന്യൂനപക്ഷങ്ങൾ ഈ സർക്കാരിന് കീഴിൽ സുരക്ഷിതരാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പീസ് സ്കൂളിനെ കുറിച്ചുള്ള നിലപാടും അറിയിച്ചു. ഏത് പഠനത്തിന്റെ ഭാഗമായാലും ഒരു കുട്ടിയെ എങ്ങനെ മതം മാറ്റണം എന്ന് പഠിപ്പിക്കുന്ന ഒരു രീതി ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ വേണ്ട. കേന്ദ്ര സർക്കാർ ജനദ്രോഹ നടപടികൾ തുടരുകയാണെന്ന് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു.
LDF ഗവൺമെൻറ് സ്വീകരിക്കുന്ന ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ തുരങ്കം വെക്കാനും ലക്ഷ്യം നേടാതിരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി കേരളത്തോട് വൈര്യനിര്യാതന സമീപനമാണ് കേന്ദ്രത്തിലെ മോദി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാളിലെ നിലവിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബിമൽ വാസു സംസാരിച്ചത്. പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ CPMന്റെ പാർട്ടി പതാക ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയ സുഭാഷ്ണി അലി BJPക്കാർക്ക് ദേശീയത എന്താണെന്നും ഓർമ്മപ്പെടുത്തി കൊടുത്തു. We say the slogan of the greatest patriot born in India, Bhagat Singh, Inqilab Zindabad, Inqilab Zindabad. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPMന്റെ സംഘടനാപരമായ ഉൾക്കരുത്ത് വെളിവാകുന്നതായിരുന്നു നേതൃയോഗങ്ങളോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം. സംഘാടനം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും പൊതുസമ്മേളനം വ്യത്യസ്തമായ അനുഭവമായി. CPIMന്റെ രൂപീകരണത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേർന്നത്. ഇതോടനുബന്ധിച്ച് ചേർന്ന പൊതുസമ്മേളനത്തിൽ വൻ ബഹുജന പങ്കാളിത്തമാണ് ഉണ്ടായത്. നഗരത്തിൽ ഗതാഗത കുരുക്കുണ്ടാവാതിരിക്കാൻ വേണ്ടി കേന്ദ്രീകരിച്ച പ്രകടനം ഒഴിവാക്കിയിരുന്നു. 4 മണിയോടെ തന്നെ പൊതുസമ്മേളനം നടക്കുന്ന പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് ബഹുജനങ്ങൾ എത്തിത്തുടങ്ങി. സ്ത്രീകളുടെയും കുട്ടികളുടെയും വലിയ പങ്കാളിത്തം പൊതുസമ്മേളനത്തിനുണ്ടായിരുന്നു. 5:30 1 ലക്ഷം പേർ ഉൾക്കൊള്ളുന്ന പുത്തരിക്കണ്ടം മൈതാനവും പരിസര പ്രദേശവും ജനനിബിഡമാണ്. കേന്ദ്ര കമ്മിറ്റി യോഗം അവസാനിപ്പിച്ച് നേതാക്കന്മാർ വേദിയിലേക്കെത്തി. വേദിയിലെത്തിയ നേതാക്കളെ ഹർഷാരവത്തോടെയാണ് പ്രവർത്തകർ സ്വീകരിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ CPIMന്റെ സംഘടനാപരമായ ഉൾക്കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു പൊതുസമ്മേളനത്തിലെത്തിയ വൻ ജനാവലി. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ഒരു വിഭാഗം IAS ഉദ്യോഗസ്ഥർ നാളെ പ്രതിഷേധ സൂചകമായി കൂട്ട അവധിയെടുക്കും. ബന്ധുനിയമന കേസിൽ വ്യവസായ അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയെ വിജിലൻസ് പ്രതി ചേർത്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ നടപടിയിൽ IAS അസോസിയേഷൻ പ്രമേയം പാസാക്കി. മുഖ്യമന്ത്രിയെ കണ്ട് പ്രതിഷേധം അറിയിക്കാനും അസോസിയേഷൻ തീരുമാനിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചിട്ടും വിദേശത്ത് അവധി ദിനം ആഘോഷിക്കുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ കോൺഗ്രസിനുള്ളിൽ വിമർശനമുയരുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന പഞ്ചാബിലും ഗോവയിലെയും സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതായും നേതാക്കൾ. അതേസമയം BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക 14-ന് ശേഷം പ്രഖ്യാപിക്കും. അടുത്ത മാസം 4-നാണ് പഞ്ചാബിലെയും ഗോവയിലെയും വോട്ടെടുപ്പ്. പ്രചാരണത്തിന് പാർട്ടികൾക്ക് ലഭിക്കുന്നത് 20 ദിവസത്തിനടുത്ത് മാത്രം. പക്ഷേ സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറക്കുന്നതിൽ കോൺഗ്രസിലും BJPയിലും പതിവ് പോലെ ആശയക്കുഴപ്പം ആരംഭിച്ചിരിക്കുന്നു. പാർട്ടി ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്ര കോൺഗ്രസിനെ കുഴപ്പിക്കുന്നു. പാർട്ടി പഞ്ചാബ് സംസ്ഥാന അധ്യക്ഷൻ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് പ്രാഥമിക സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ഇന്നലെ ദില്ലിയിലെത്തി. ഹൈക്കമാൻഡ് നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമം നടത്തുന്നു. ലിസ്റ്റിന് അന്തിമ അംഗീകാരം നൽകേണ്ട രാഹുൽ ഗാന്ധി മാത്രം ദില്ലിയിലില്ലാത്തത് കാര്യങ്ങൾ വൈകിപ്പിക്കുന്നു. തീയതി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് വേഗത്തിൽ ആരംഭിക്കേണ്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി രാഹുൽ ഗാന്ധി വിദേശയാത്ര വെട്ടിക്കുറച്ച് നേരത്തെ എത്തുമെന്ന് കേന്ദ്ര നേതാക്കൾ പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. 9-ാം തീയതി രാഹുൽ മടങ്ങിയെത്തുമെന്നാണ് ഹൈക്കമാൻഡ് നേതാക്കളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ. BJPയിലും ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലെ ആശയക്കുഴപ്പം തുടരുന്നു. 5 സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതില്ലെന്നാണ് പ്രാഥമിക ധാരണ. വ്യക്തികളെ മാത്രം ഉയർത്തിക്കാട്ടുന്നത് ജാതി മത സമവാക്യങ്ങളെ ബാധിക്കും. ഉത്തരേന്ത്യയിൽ മകരസംക്രാന്തി ആഘോഷം 14-ാം തീയതിയാണ്. അന്നേ ദിവസം വരെ നല്ല കാര്യങ്ങൾ തുടങ്ങാൻ നല്ലതല്ലെന്നാണ് വിശ്വാസം. അതിനാൽ 14-ന് ശേഷം മാത്രമേ പഞ്ചാബിലെയും ഗോവയിലെയും സ്ഥാനാർത്ഥി ലിസ്റ്റ് പ്രഖ്യാപിക്കുകയുള്ളൂ. ഇത് പ്രചാരണ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ആശങ്ക സ്ഥാനാർത്ഥി മോഹികൾക്കുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലും മോദി പിടിമുറുക്കുന്നു. സീറ്റ് തരപ്പെടുത്താൻ നേതാക്കൾ തമ്മിൽ മത്സരം വേണ്ടെന്ന് മോദി മുന്നറിയിപ്പ് നൽകി. നിലവിൽ ഭരണത്തിന്റെയും പാർട്ടിയുടെയും കടിഞ്ഞാൺ കയ്യിൽ സൂക്ഷിക്കുന്ന നരേന്ദ്രമോദി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരാനുള്ള തർക്കങ്ങൾ മുളയിലെ നുള്ളുകയാണ്. സ്ഥാനാർത്ഥിത്വത്തിന് അവകാശവാദം ഉന്നയിച്ച് ആരും വരേണ്ടതില്ലെന്നാണ് മോദി നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയത്. ചിലർ സ്വന്തമായും മറ്റു ചിലർ ബന്ധുക്കൾക്ക് വേണ്ടിയും ടിക്കറ്റിനായി ചരടുവലി ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങൾ അനുവദിക്കില്ല. യോഗ്യരെന്ന് തോന്നുന്നവരോട് പാർട്ടി മത്സരിക്കാൻ അങ്ങോട്ട് ആവശ്യപ്പെടുമെന്നും മോദി നിർവാഹക സമിതി യോഗത്തിൽ പറഞ്ഞു. പാർട്ടി ദേശീയ നേതൃത്വത്തിലും സംസ്ഥാന നേതൃത്വത്തിലുമുള്ളവർ സ്ഥാനാർത്ഥി നിർണയ കാര്യത്തിൽ ശുപാർശയുമായി വരേണ്ടതില്ല എന്നാണ് മോദി നൽകിയ സന്ദേശം. അതേസമയം ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടണമോ എന്ന കാര്യത്തിൽ നിർവാഹക സമിതി യോഗം തീരുമാനമെടുത്തില്ല. മോഡിയെ ഉയർത്തിക്കാട്ടി UPയിൽ ജനവിധി തേടാമെന്ന് നേരത്തെ ഏകദേശ ധാരണ രൂപപ്പെട്ടിരുന്നു.
എന്നാൽ നോട്ട് നിരോധനം തിരിച്ചടിയാകുമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നതിനാൽ അന്തിമ തീരുമാനമായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാനത്തെ DCC പ്രസിഡന്റുമാരുടെ നിയമനം ഗ്രൂപ്പിന് അതീതമായിരുന്നുവെന്ന് നേതാക്കൾ അവകാശപ്പെടുമ്പോഴും പല ജില്ലകളിലും ഗ്രൂപ്പ് പോര് ഇപ്പോഴും ശക്തമാണ്. ആലപ്പുഴയിൽ ഉമ്മൻചാണ്ടി വിഭാഗത്തെ ഒതുക്കിയതിലുള്ള അമർഷത്തെ തുടർന്ന് പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിൽ എ ഗ്രൂപ്പിന്റെ സാന്നിധ്യം നാമമാത്രമാകുന്നു. പാർട്ടി പരിപാടികളിൽ ആള് കുറഞ്ഞതോടെ ബംഗാളികളായ തൊഴിലാളികളെ പോലും കൊണ്ടുവന്ന് പരിപാടി നടത്തേണ്ട അവസ്ഥയിലായി കോൺഗ്രസ്. ഗ്രൂപ്പിനതീതമായി DCC പ്രസിഡന്റുമാരെ നിയമിച്ചതെന്ന് നേതാക്കൾ അവകാശപ്പെടുമ്പോഴും കോൺഗ്രസിലെ ഗ്രൂപ്പ് നേതാക്കളുടെ ജില്ലയായ ആലപ്പുഴയിൽ ഉമ്മൻചാണ്ടി വിഭാഗം ഇപ്പോഴും കടുത്ത പ്രതിഷേധത്തിലാണ്. ഐ ഗ്രൂപ്പ് നേതാവായ KC വേണുഗോപാൽ പോലും ഇപ്പോൾ ഗ്രൂപ്പിനെതിരായിട്ടാണ് വേദികളിൽ സംസാരിക്കുന്നത്. ഗ്രൂപ്പിന്റെ കാലഘട്ടം അവസാനിച്ചു എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി. ഞാനും ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആള് തന്നെയാണ്, എല്ലാവരും പറയും. DCC പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പോലും ഫ്ലെക്സിൽ നിന്നും ഉമ്മൻചാണ്ടിയെ ഒഴിവാക്കിയിരുന്നു. ഇതിനെതിരെയും ശക്തമായ പ്രതിഷേധമാണ് എ വിഭാഗത്തിനുണ്ടായിരുന്നത്. ഗ്രൂപ്പിനതീതമായി പുതിയ പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ യൂത്ത് കോൺഗ്രസ് DCC ഓഫീസിൽ വിളിച്ച യോഗത്തിലാകട്ടെ പ്രവർത്തകരില്ലാത്തതിനെ തുടർന്ന് 3 മണിക്ക് വിളിച്ച യോഗം ഒടുവിൽ 4:30 നടന്നത്. പ്രവർത്തകരുടെ അഭാഗം നികത്താനാകട്ടെ KSUക്കാരും ബംഗാളികളും യൂത്ത് കോൺഗ്രസിന്റെ കുപ്പായമിട്ട് യോഗത്തിനെത്തിയതും ശ്രദ്ധേയമായി. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അടച്ചിട്ടിരിക്കുന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും ട്രേഡ് യൂണിയൻ നേതാക്കളും ഇന്നു മുതൽ നിരാഹാര സമരം അനുഷ്ഠിക്കും. തൊഴിലാളികൾക്ക് വേണ്ടി CPIMന്റെയും വർഗ ബഹുജന സംഘടനാ പ്രവർത്തകരുമാണ് കഴിഞ്ഞ 23 ദിവസമായി നിരാഹാരം അനുഷ്ഠിച്ചു വന്നത്. തേവലക്കര അലഫ് കാഷ്യൂ ഫാക്ടറിക്ക് മുന്നിൽ നിരാഹാരം അനുഷ്ഠിച്ച CPIM നേതാവ് രാജു രക്തസാക്ഷിത്വം വരിച്ച പശ്ചാത്തലത്തിലാണ് സമരം ശക്തമാക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായി അടച്ചിട്ടിരിക്കുന്ന തേവലക്കര അലഫ് കാഷ്യൂ ഫാക്ടറി തുറക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാരം അനുഷ്ഠിച്ച CPIM നേതാവ് രാജു രക്തസാക്ഷിത്വം വരിച്ചതിനെ തുടർന്നാണ് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CHU സമരം ശക്തമാക്കാൻ തീരുമാനിച്ചത്. കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടിയാണ് രാജുവും അദ്ദേഹത്തിന്റെ കുടുംബവും ത്യാഗം ചെയ്തത്. അതുകൊണ്ട് തന്നെ രണ്ടിലും അറിയാതെ പിന്നോട്ടില്ലെന്ന് അലഫ് കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾ പറഞ്ഞു. ഞാൻ CIT ഒരു രാഷ്ട്രീയത്തിലുള്ള ഒരു വ്യക്തിയല്ല, എങ്കിലും ഇവരുടെ സമീപനം എന്നെ ആപ്പാടെ ഇതായിട്ടിരിക്കുക. അവർ എന്തിനു വേണ്ടിയാ? അവർ ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് വേണ്ടിയല്ലേ അവരിങ്ങനെ നിരന്തരം രാവിലും പകലും ഇല്ലാതെ പട്ടിണി കിടക്കുന്നത്. അപ്പം 6 പേരായി ഒരാൾ മരിക്കുകവരെ ചെയ്ത് ആ മരിക്കുന്ന ആളിൻ്റെ വീട്ടിലെ അവസ്ഥ അതിൽ വലിയ കഷ്ടതയാണ്. എന്നിട്ടും ഈ മുതലാളിക്കോ അതിൻ്റെ മറ്റുള്ള ആൾക്കാർ ഈ തൊഴിലാളികൾക്കോ ആർക്കും തന്നെയും ഈ സമരത്തിന് ഇത് തരണമെന്നോ ഇതിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നോ ആർക്കും ഒരഭിപ്രായവും ഇതുവരെയും ഇല്ല. ഇപ്പം ജോലിയില്ല, എല്ലാവരും പട്ടിണിയാണ്. അതുകൊണ്ടാണ് ഇപ്പം സമരം തുടങ്ങിയത്. പാർട്ടിക്കാരാണ് ഇപ്പം സമരം തുടങ്ങിയിരിക്കുന്നത്. ആ സമരം വിജയിച്ചില്ലെങ്കിൽ തൊഴിലാളികൾ ഓരോന്നോരോന്നായി ഇവിടെ കിടക്കും. കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ശിവശങ്കരപിള്ള, തുളസീധരക്കുറുപ്പ്, മുരളി മടന്നങ്കോട് എന്നിവർ VLC ഫാക്ടറികൾക്ക് മുന്നിൽ ഇന്നു മുതൽ നിരാഹാരം അനുഷ്ഠിക്കും. അടഞ്ഞുകിടക്കുന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CHU നടത്തിവരുന്ന നിരാഹാര സമരം 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ജനപ്രതിനിധികളും നേതാക്കളും ഉൾപ്പെടെ സമരത്തിന് ഇറങ്ങുകയാണ്. തേവലക്കരയിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. പെൺകരുത്തിന് കൈത്താങ്ങായ കൈത്തറി ഫാക്ടറി തുറക്കണമെന്ന ആവശ്യവുമായി മലയോര മേഖലയിലെ സ്ത്രീകൾ രംഗത്ത്. ലക്ഷങ്ങൾ മുടക്കി പട്ടികജാതി വകുപ്പ് സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യമാക്കി തുടങ്ങിയ സ്ഥാപനം തുറക്കണമെന്ന ആവശ്യവുമായാണ് സ്ത്രീകൾ രംഗത്തെത്തിയത്. ജീർണാവസ്ഥയിലുള്ള സ്ഥാപനം സാമൂഹ്യ വിരുദ്ധന്മാരുടെ താവളമാകുന്നു. പട്ടികജാതി വകുപ്പ് ലക്ഷങ്ങൾ മുടക്കി വനിതകൾക്കായി ആരംഭിച്ച കൈത്തറി സെന്ററിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഒരു കാലത്ത് മലയോര മേഖലയിലെ സ്ത്രീകൾക്ക് കൈത്താങ്ങായിരുന്ന ഈ സ്ഥാപനം നടത്തിപ്പിലെ അപാകതകൾ മൂലം അടച്ചതാണ്. 3 വർഷം മുൻപ് ലക്ഷങ്ങൾ വീണ്ടും മുടക്കിയെങ്കിലും പ്രവർത്തന സജ്ജമാക്കാൻ അധികൃതർക്കായില്ല. സർക്കാർ കാര്യക്ഷമമായി ഇടപെട്ടാൽ നിരവധി സ്ത്രീകൾക്ക് ഇത് ജീവിതോപാധിയാകുമെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നല്ലൊരു സമീപനം ഉണ്ടാവുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ പോകും. ഇവിടെ ഈ പരിസരത്ത് തൊഴിലില്ലാത്ത കുറേ വനിതകളുണ്ട്. അവർക്ക് ഈ പ്രവർത്തനം ഇതൊക്കെ നടത്തി മുമ്പോട്ട് പോകാനുള്ള ഒരു വേദിയും കൂടെ ആവും. കീരിത്തോട്ടിൽ കൈത്തറി സെന്ററിന്റെ യൂണിറ്റ് ആരംഭിച്ചപ്പോൾ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ അന്ന് അതിനെ നോക്കിക്കണ്ടത്. സർക്കാർ ഈ സ്ഥാപനം വീണ്ടും തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെ പണിയെടുത്തിരുന്ന സ്ത്രീകൾ. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഒത്തിരി ഈ ഭാഗത്തുള്ള സ്ത്രീകളായാലും തൊഴിലില്ലായ്മ തന്നെ ഒത്തിരി ആൾക്കാർ നടക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇതൊരു തൊഴിലാകും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഞങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ കാത്തിരിക്കുകയാണ്.
കൈത്തറി യൂണിറ്റ് പുനരാരംഭിക്കുകയും നടത്തിപ്പ് കുടുംബശ്രീ യൂണിറ്റുകളെ ഏൽപ്പിക്കുകയും ചെയ്യണമെന്നതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സ്കൂളിലെത്താൻ ദിവസവും 15 കിലോമീറ്ററിലേറെ നടക്കേണ്ട ഗതികേടിലാണ് കാസർഗോഡ് മാലോത്ത് കസബ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദിവാസി വിദ്യാർത്ഥികൾ. ഗോത്രസാരഥി പദ്ധതി സർക്കാർ നിർത്തിയതിനെ തുടർന്നാണ് ഈ വിദ്യാർത്ഥികൾ വീണ്ടും ദുരിതത്തിലായത്. കാടും തോടുകളും മലകളും നിറഞ്ഞ പാതയിലൂടെ ആന ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങളെ ഭയന്നു വേണം 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന ഈ ആദിവാസി വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്തി പഠനം നടത്താൻ. കാസർഗോഡ് മാലോത്ത് കസബ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആദിവാസി വിദ്യാർത്ഥികൾ അവരുടെ ദുരിതം ഇങ്ങനെ പങ്കുവെക്കുന്നു. അമ്മാടിക്കോട് ഇങ്ങോട്ട് നടന്നു വരും. മൊത്തം 7.5 കിലോമീറ്റർ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. എനിക്ക് വൈകുന്നേരം അങ്ങോട്ട് നടക്കുമ്പോൾ ആളെത്തി ഭയങ്കര ക്ഷീണമുണ്ട്. പഠിക്കാനില്ല, ഞാൻ പോയി കിടക്കും. ദുരിതങ്ങൾ കാരണം കുട്ടികൾ പാതി വഴിയിൽ പഠനം ഉപേക്ഷിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്ന് ഹെഡ്മിസ്ട്രസ് നളിനി ചൂണ്ടിക്കാട്ടി. ഒരു നിശ്ചിത ശതമാനം കുട്ടികളും സ്ഥിരം വരുന്നില്ല. ഒന്നിരാടം വെച്ചോ 2 ദിവസം, അങ്ങനെ ആഴ്ചയിൽ 3 ദിവസം, അങ്ങനെ വളരെ കുറച്ച് കുട്ടികളെ വരുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് ആദിവാസികളായ രക്ഷിതാക്കൾ പറയുന്നു. കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ മഴയൊക്കെ അടുത്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഈ തോട്ടിലൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ പറഞ്ഞുവിടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറിയ പിള്ളേരുടെ. ആദിവാസി വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് മുഖേന പട്ടികവർഗ വികസന വകുപ്പ് നടപ്പാക്കിയ ഗോത്രസാരഥി പദ്ധതി പാതി വഴിയിൽ നിലച്ചിരിക്കുകയാണ്. ഈ പദ്ധതി ആദിവാസി വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനപ്പെട്ടിരുന്നു. ജീപ്പ് സൗകര്യം അവർക്ക് ഈ പദ്ധതിയിലൂടെ ലഭ്യമായിരുന്നു. ഫണ്ട് ലഭിക്കാത്തതിനാൽ പദ്ധതി പൂർണ്ണമായി നിലച്ചു. പട്ടികവർഗ വകുപ്പ് ഹോസ്റ്റൽ സൗകര്യം ഏർപ്പെടുത്തിയാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. ദൂരെ നിലം വന്നിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഹോസ്റ്റലിന്റെ കെട്ടിടം വന്നാൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ നല്ല ഭാവിയിൽ വളർന്നു വരാൻ കഴിയും, നിലയിലോട്ട് അവർക്ക് വരാൻ കഴിയും. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആദിവാസി വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിലൊന്നാണ് കാസർഗോഡ് മാലോത്തെ കസബ ഹയർ സെക്കൻഡറി സ്കൂൾ. ഭാവിയിൽ ഈ സ്കൂൾ നിലനിൽക്കണമെങ്കിൽ ഈ വിദ്യാർത്ഥികളുടെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമുണ്ടാകണം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള അതിഥികളെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കണ്ണൂർ. 57 അധ്യാപകർ ചേർന്നൊരുക്കുന്ന സ്വാഗതഗാനത്തോടെയാകും ഇത്തവണ അരങ്ങുണരുന്നത്. 57ാം സംസ്ഥാന കലോത്സവത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കെ അണിയറയിൽ അധ്യാപകരും ഭാവി തലമുറയിലെ കലാകാരന്മാരെ സ്വീകരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. കണ്ണൂർ കലാവിരുന്നൊരുക്കുമ്പോൾ കണ്ണൂരിന്റെ പ്രൗഢി വിളിച്ചോതുന്ന സ്വാഗതഗാനം തന്നെയാവണമെന്ന് അവർക്ക് നിർബന്ധമുണ്ട്. 57ാമത് കലോത്സവത്തിന്റെ പ്രതീകമായി 57 അധ്യാപകരാണ് ഇത്തവണ കലോത്സവ കലാകാരന്മാരെ സ്വാഗതഗാനവുമായി വരവേൽക്കുക. പാതിരയാട് കോട്ടയം രാജാസ് ഹൈസ്കൂളിലെ സംഗീതാധ്യാപകൻ ദിലീപ് കുമാറാണ് സ്വാഗതഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഡോക്ടർ എസ് പ്രശാന്ത് കൃഷ്ണൻ സാറാണ് ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ രാഗങ്ങളാണ്, വ്യത്യസ്തങ്ങളായ താളങ്ങളാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി അധ്യാപികമാരും അധ്യാപകരും പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ്. ഇത് വളരെ ഭംഗിയാക്കാൻ വേണ്ടി എല്ലാവരും നല്ല പരിശ്രമം നടത്തുന്നുണ്ട്. കാലം കൈകോർത്തു പിടിക്കും ചരിതം മലനാടിൻ ചരിതം ആടും മനസ്സിൽ സ്നേഹം. കലാകാരന്മാരെ വരവേൽക്കാനുള്ള തീവ്ര പരിശീലനത്തിലാണ് അണിയറയിൽ അധ്യാപകരും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. തൃശൂർ പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി ജിഷ്ണുവിന്റെ ആത്മഹത്യയിൽ ദുരൂഹതയെന്ന് ആരോപണം. സംഭവശേഷം ജിഷ്ണുവിന്റെ സഹപാഠികളെ ഹോസ്റ്റലിൽ നിന്ന് മാറ്റിയ കോളേജ് അധികൃതരുടെ നടപടി ആരോപണങ്ങൾക്ക് കരുത്തു പകരുകയാണ്. കോപ്പിയടിച്ചെന്നാരോപിച്ച് അധ്യാപകർ ജിഷ്ണുവിനെ ശകാരിച്ചതായി പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി. ഇതോടെ അധ്യാപകനെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാകുന്നു. ഇക്കഴിഞ്ഞ ദിവസം രാത്രിയാണ് തൃശൂർ പാമ്പാടി നെഹ്റു കോളേജിലെ 1ാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ജിഷ്ണു പ്രണോയിയെ കോളേജ് ഹോസ്റ്റലിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിനിടെ ജിഷ്ണു മരിക്കുകയായിരുന്നു. കോഴിക്കോട് നാദാപുരം സ്വദേശിയായ ജിഷ്ണുവിന്റെ മരണം കോളേജ് അധികൃതരുടെ പീഡനത്തെ തുടർന്നാണ് എന്നാണ് ആരോപണം. യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ കോപ്പിയടി ആരോപിച്ച അധ്യാപകനും മാനേജ്മെന്റ് പ്രതിനിധികളും ക്രൂരമായി പീഡിപ്പിച്ചതായാണ് വിവരം. ഡീബാർ ചെയ്യുമെന്നും വിവരം വീട്ടിലറിയിക്കുമെന്നും ഭീഷണി മുഴക്കിയതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന പരാതി ഉയർന്നു. ഇത് മറ്റൊന്നുമല്ല, കോപ്പി അടിച്ചു എന്ന ആരോപണമാണ് പറഞ്ഞിട്ടുള്ളത്. അന്ന് ആരോപിച്ചിട്ട് ആ വിദ്യാർത്ഥി ഒരുപാട് ടോർച്ചർ ചെയ്തു എന്നുള്ളതാണ്. വിദ്യാർത്ഥിയെ ടോർച്ചർ ചെയ്യുന്ന പരമായിട്ട് ആ വിദ്യാർത്ഥിക്ക് ഉണ്ടായ സ്ട്രെസ് മൂലമാണ് ആ വിദ്യാർത്ഥി ആത്മഹത്യയിലേക്ക് വരെ എത്തിച്ചെന്നാണ് നമ്മുടെ സംശയം.
ഈ വിദ്യാർത്ഥി കോപ്പി അടിച്ചു എന്ന് പറയുന്നത് അവിടുത്തെ സഹപാഠികൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയില്ല. മറ്റൊന്നുമല്ല, വിദ്യാർത്ഥിയെക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ച് നോക്കി അറിയാം. മിടുക്കനായ വിദ്യാർത്ഥിയാണ്, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ നൽകിയ പരാതിയിൽ അന്വേഷണം നടന്നുവരികയാണ്. കോപ്പിയടിയുടെ പേരിൽ ചകാരം നടന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി. ഇതാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവശേഷം ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സഹപാഠികളെ കോളേജ് അധികൃതർ തിരികെ അയച്ചത് ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ്. ആത്മഹത്യയ്ക്ക് കാരണക്കാരനായ കോളേജ് അധ്യാപകനെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭീമ ജ്വല്ലേഴ്സ് കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക്. അർബൻസ്കേപ്പ് പ്രോപ്പർട്ടീസ് എന്ന സംരംഭത്തിലൂടെയാണ് ഭീമ കേരളത്തിലുടനീളം അപ്പാർട്ട്മെന്റ്സുകൾ, വില്ലകൾ, കൊമേഴ്ഷ്യൽ കോംപ്ലക്സുകൾ തുടങ്ങിയവ നിർമ്മിക്കുക. അർബൻസ്കേപ്പിന്റെ ആദ്യ പ്രോജക്ട് തിരുവനന്തപുരത്ത് ഉടൻ ആരംഭിക്കുമെന്നും പിന്നീട് രാജ്യത്തിന്റെ മറ്റിടങ്ങളിലേക്ക് നിർമ്മാണ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും ഭീമ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി ഗോവിന്ദൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അർബൻസ്കേപ്പ് പ്രോപ്പർട്ടീസ് മാനേജിംഗ് ഡയറക്ടർ സുഹാസ് MS, ഡയറക്ടർ ഗായത്രി സുഹാസ് തുടങ്ങിയവരും പങ്കെടുത്തു.